ഹലോ. ആ സാറേ പേടിക്കണ്ട. ഇല്ല ഇവിടെ എത്തി. എല്ലാരും വന്നിട്ട് പോകുമ്പോൾ അല്ല സാറേ, ഈ ഫീസ് മോഹൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ഇവിടെ ബില്ല് അടയ്ക്കാത്തതിന്റെ പേരിൽ ഇവിടെ ഓരോരുത്തർ വരുമ്പോൾ ഇവിടെ പ്രേതമുണ്ട് ഭൂതമുണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് വോട്ടിച്ച് ഇവിടുന്ന് സ്ഥിരം പരിപാടിയാ. ഫീസ് മോഹന്റെ അടുത്ത് നടക്കൂല. ഒന്നുകിൽ ബില്ല് അല്ലെങ്കിൽ ഫീസ്, രണ്ടിലൊന്നും കൊണ്ടേ മോഹൻ ഇന്ന് ഓഫീസിലോട്ട് വരുള്ളൂ. സാർ വെച്ചോ. ഇവിടെ ആരും ഇല്ലേന്ന്. പഴയ തറവാടാണ്. 6 മാസത്തോളായിട്ട് ഇവിടെ പെൻഡിങ് ഉണ്ട്. വല്ലതും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽത്തറയിൽ ഒരു അപ്പ് പോയിണ്ടെന്നും പറഞ്ഞ് ഇവിടെ സ്ഥിരം പേടിപ്പിച്ച് ഇവിടുന്ന് സ്ഥിരം പരിപാടിയാണ്. ഇവിടെ പോട്ടെ, ഇന്നെന്ത് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഈ ഫീസ് മോഹൻ ഇവിടുന്ന് പോവുള്ളൂ. ഇവിടെ ആരും ഇല്ലേന്ന്. அப்படி போடு 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 அப்படி போடு கையாலே. ആരാ? ആളായിരുന്നാ? ഞാൻ അപ്പൂപ്പന്താടി എന്തിനാ പറഞ്ഞു പറഞ്ഞു. ആരാന്ന് ചോദിച്ചിട്ട് എന്തിനിങ്ങനെ ടാട്ടുന്നത്? ഈ അപരിചിതരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ കൃത്യ ആംബിയൻസ് കിട്ടുവല്ലേ. ഓ ഭയങ്കര തന്നെ. ഈ KCB പൈസ അടയ്ക്കാത്ത നിങ്ങൾ? അത് പിന്നെ പൈസ ഇല്ലാഞ്ഞിട്ട് ഈ വീട്ടിൽ ആണുങ്ങളാരും ഇല്ലേ? ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരാണ് പോലും ഇവിടെ ഇല്ലേ? ഒരാളുണ്ട്. അവനെ അപ്പുറത്ത് പടിവാതിൽക്കൽ ബന്ധിച്ചിരിക്കണു. ആരും ഇങ്ങോട്ടേക്ക് കടന്നു വരാനായിട്ട് അവൻ സമ്മതിക്കില്ല. മറ്റേ കഥ പൈസ കഥ. പടിവാതിലും കിടന്ന് ഇങ്ങോട്ടേക്ക് വന്നാ ചോര ചിന്തും. അതാ പ്രകൃതം. എന്താ ഉണ്ണിയുടെ പേര്? ജർമ്മൻ ഷിപ്പേഡ്. ആ എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ, മൂത്ത കുട്ടി ഇവിടെ കൊണ്ട് ബന്ധിച്ചിട്ട് പോയിരിക്കണതാ. അല്ല ഈ സമയത്തേക്ക് ഇങ്ങോട്ട് കേറി വരാൻ കുട്ടി ഏതാ? കുട്ടിക്ക് എന്താ ഇങ്ങോട്ട് കേറി വരാനായിട്ട് യോഗ്യതയുള്ളത്? അല്ല ഇവിടുത്തെ ഒരു രീതി ഉണ്ടേ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു മതി. KCB കാക്കിയിട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ കയറി വരുന്നു. പൈസ അടയ്ക്കാത്തതിന്റെ പേരിൽ നിങ്ങളെ ഫീസ് ഊരിക്കൊണ്ട് പോകുന്നു. നാളെ സന്ധ്യക്ക് എന്ത് ചെയ്യും? അതിവിടെ പറയാനായിട്ട് കാര്യം ഞാൻ ഫീസ് ഊരിക്കൊണ്ട് പോകാൻ വന്നേണം. അല്ലെങ്കിൽ എന്റെ അടുത്ത് ചോദ്യം ചോദിക്കേണ്ട കാര്യം. മക്കളെ ഫീസ് ഒന്നും വരില്ല, കഷ്ടമുണ്ട്. ഇല്ല ഫീസ് ഊരിക്കൊണ്ട് പോകണം. എന്ത് ചെയ്യണം? ഫീസ് ഊരിക്കൊണ്ട് പോകാതിരിക്കാൻ? ഫീസ് ഊരിക്കൊണ്ട് പോയിരിക്കണേ ഒന്നുകിൽ KCB പൈസ അടക്കണം, അല്ലെങ്കിൽ കൈ മടക്കാൻ തീർന്നു. അത്രേ ഉള്ളൂ. കൈ മടക്കം തോ എന്റെ പുകയിൽ ഇരിപ്പുണ്ട്. മടക്കോ തിരിക്കോ എന്നാന്ന് വെച്ചാ കാണിച്ചോ. നിങ്ങളെ പുകയിലെ ചുറ്റി തിന്നാൻ വന്നേണ ഞാൻ ഫീസ് ഊരിക്കൊണ്ട് പോകും. മക്കളെ കഷ്ടമുണ്ട്. അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാന്ന് പറഞ്ഞില്ല മക്കളെ. ഞാൻ പറഞ്ഞത് ഞാൻ മക്കളെ എന്തേലും ഒക്കെ ചെയ്ത് ഒറ്റയ്ക്ക് ഒരു താമസിക്കുന്നല്ലേ. മക്കളെ എന്തേലും പിന്നെ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? പിന്നെ ആവശ്യമില്ല സംസാരിക്കല്ലേ. മക്കളെ ഞാനൊന്ന് പറയുന്നൊന്ന് കേക്ക്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അമ്മച്ചിക്ക് TV ഒന്നും കാണാൻ പറ്റില്ല. രാത്രി ആയി കഴിഞ്ഞാൽ തിമിരത്തിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഈ രാത്രി ആയി കഴിഞ്ഞാല് ഈ തണുപ്പിന്റെയും കൂടെ പ്രശ്നമുള്ളതുകൊണ്ട് ഫാനും ഇടാൻ പറ്റത്തില്ല. അവിടെ ഒരു വീട് കാണുന്നുണ്ടോ? അവിടുന്ന് നമുക്ക് ഈ ആഹാരമൊക്കെ കൊണ്ടുതരുന്നേ. ഇവിടെ തുണിയൊക്കെ അലക്കുന്ന ഇവിടെ ഉള്ളൊരു കൊച്ചുവാ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറില്ല, TV ഉപയോഗിക്കാറില്ല, പിന്നെ എന്തിനാ നിങ്ങൾക്ക് കറണ്ട്? ഞാൻ മക്കളെ ഒന്നും പറയുന്ന കേക്ക്. ഒന്നാമത്തെ കാര്യം ഇത് ത്രിസന്ധി നേരമല്ലേ. ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടെ നോക്കി നിൽക്കുമ്പോഴത്തേനും മക്കൾ ഇവിടെ ഇങ്ങനെ വന്ന് നിന്നാ ഒന്നെങ്കിൽ നീ ഒരു ചെറുപ്പക്കാരൻ, പിന്നെ അത് പിന്നെ നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുവല്ലേ. നമ്മളെ പറ്റി എന്തെങ്കിലും ഒക്കെ പറഞ്ഞുണ്ടാക്കും. ചുമ്മാ വയസ്സാകാലത്ത് ആവശ്യമില്ലാത്ത പറയില്ലേട്ടാ. കർക്കിടമാണ് കയറി പെരക്കാത്തിരുന്നോളാം. ചുമ്മാ ആവശ്യമില്ലാത്ത ഞാൻ ഫീസൂരും. മക്കളെ ഫീസൂരല്ലേ കഷ്ടമുണ്ട്. ഫീസൂരും. രാത്രി കുട്ടി കുളിച്ചിട്ട് വരിക. എല്ലാരും ഒന്ന് വഴിമാറിയേ. ആരാ രാത്രി കുറ്റിയും പറിച്ചു വരുന്നു പറഞ്ഞു? കുറ്റിയും പറിച്ചു വരുന്നല്ല, രാത്രി കുട്ടി എന്റെ ചെറുമകള് വരുന്നെന്ന്. കുളിക്കടവില് ചൂണ്ടയിടാൻ ചെന്നാ അവിടെ മീനുണ്ട്, തവളയുണ്ട്, ഒന്നും കാണത്തില്ല. പക്ഷെ ഈ രാത്രിക്കുട്ടി കുളിക്കാൻ വേണ്ടി കുളത്തിലോട്ട് കാലെടുത്ത് വെച്ചാൽ എവിടെ നിന്നാണെന്ന് അറിഞ്ഞൂടാ മീനും മാക്രിയും തവളയും എല്ലാം വരും. എന്താ കാര്യത്രേ? എനിക്ക് അങ്ങട് സൗന്ദര്യം കൂടി, അത് തന്നെ കാര്യം. മുഖം മറച്ചത് അതെ, ആണുങ്ങൾ എന്റെ മുഖത്ത് നോക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. വേറെ എവിടെ നോക്കണം? അതാരും ജഗന്നാഥ പറഞ്ഞേ. മക്കളെ ആരാമേത്? അതേ കറണ്ട് അടിച്ച് വീണ്. മക്കളെ നോക്ക്. കറണ്ട് അടിച്ച് വീണോ? അമ്മമ്മ നമ്മള് കൊലക്കുറ്റത്തിന് കേസ് പോവും. ആൾക്കാരെ പിടിച്ചു കൂട്ട്. ആരെങ്കിലും ഓടി വരണേ. അതെ എണീക്കണേ. അയ്യോ എണീക്കുന്നില്ലല്ലോ. വെള്ളം വല്ലതും വേണം. ഇനി എങ്ങനെ പിടിപ്പിക്കും? അയ്യോ ആരാ ഓടിയത്? രാത്രി കുട്ടിയാ, ഇവിടുത്തെ കുട്ടിയാ. എന്തിനാ ഓടിയത്? ഞാൻ ഈ ആണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. അയ്യോ 1.5 ഏക്കറും കഴിച്ചോണ്ട് പോയിട്ടാ. കരന്ന പറഞ്ഞ എന്റെ ചെറുമകളാ.
ഒന്നുകിൽ നിങ്ങൾ മോട്ടിച്ചത്, അല്ലെങ്കിൽ അത് നിങ്ങളെ മോട്ടിച്ചത്. അല്ലാതെ ഇങ്ങനൊരു ബന്ധം ഇവിടെ ഒന്നും കയറില്ലല്ലോ. മുത്തശ്ശി ആരാന്ന് ചോദിക്കേ? ആരാന്ന് ചോദിക്കാൻ എനിക്ക് മനസ്സിലായി. കുട്ടി ആരാന്ന് ചോദിക്കാൻ പറയണം. KCB ഫീസ് ഊരാൻ നിന്ന് പറഞ്ഞുവിടും. KCB ഫീസ് ഊരാൻ വന്നതാണ്. ഇന്ന് ഫീസ് ഊരിക്കൊണ്ട് പോണ്ടെന്ന് പറയാത്രേ. ഇന്ന് ഫീസ് ഊരിക്കൊണ്ട് പോകണ്ടെന്ന് പറയാത്രേ. അത്രയും വേണ്ട, എനിക്ക് ചെവിയാക്കാം. ഫീസ് ഊരിക്കൊണ്ട് പോകുന്നു പറ. ഇന്ന് തന്നെ ഫീസ് ഊരിക്കൊണ്ട് പോകും അത്രേ. നാളെ അടയ്ക്കാൻ മതിയാന്ന് ചോദിക്കൂ. അത്രേ. നാളെ അടച്ചാൽ മതിയോന്ന് ചോദിക്കും. അത്ര പറ്റൂല, ഇന്ന് എന്നെ ഫീസ് ഊരിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ ഇന്ന് പൈസ കെട്ടി വെക്കണം. അതെ, പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള വീടാ. അത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. കാര്യം നമുക്കറിയില്ലല്ലോ ഇവിടെ പിള്ളേരുള്ള കാര്യം. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് ആരാ പഠിക്കണ ആരാ? ഞാനാണത്രേ. എത്രയല്ല പാറ്റണത്? +2 പഠിക്കണ അത്രേ. ഏതാ മെയിൻ ഏതാ +2? ഇണക്കോമിക്സ്. ഏത് ഇണക്കോമിക്സ്? ആപ്ലിക്കേഷൻ കൊടുത്തേ ഉള്ളൂ, പോയില്ലല്ലേ? എങ്ങനെ മനസ്സിലായി? ഇണക്കോമിക്സ് ഞാൻ പിടിച്ച്. അതെ, ആ ഫീസ് ഊരിക്കൊണ്ട് പോണോ ഇന്ന് തന്നെ? പോണം. അയ്യോ മുത്തശ്ശി, ഫീസ് ഊരിക്കൊണ്ട് പോകും നിങ്ങളുടെ ജീവിതം. ഇതിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ? ഇല്ല, ലഗമന്റിന് ചെറിയൊരു പ്രശ്നം, അതുകൊണ്ട് ആലോചന നടക്കുന്നില്ല. എന്തോ നിന്റെ? ഇതിന്റെ കല്യാണം കഴിഞ്ഞാന്നല്ലേ ചോദിച്ചാ? അയ്യോ അതല്ല, പിന്നെ ഇതിന്റെ കല്യാണം കഴിഞ്ഞാണോ? എന്റെയോ? ഓ ഇല്ല. കഴിഞ്ഞതാ? അല്ല. കഴിഞ്ഞതാ? അല്ല, കല്യാണം കഴിഞ്ഞില്ല. കഴിഞ്ഞതാ? അല്ലെന്ന് പറഞ്ഞു. അതെന്താ അത്? എന്തിനാ പോല? പിന്നെ ആ, കല്യാണം കഴിഞ്ഞല്ലേ? അല്ല. ഉമ്മ, എന്റെ 2 മക്കളാണ് എന്റെ കല്യാണം കഴിഞ്ഞില്ലേ. ഇപ്പൊ എനിക്ക് വിശ്വാസമായി. മക്കളെ കൊണ്ട് ഞാൻ മക്കളെ കൊണ്ട് സത്യമായിട്ട് എന്റെ മക്കളാണ് വിശ്വാസമായി. കല്യാണം കഴിഞ്ഞതല്ലേ? കല്യാണം കഴിഞ്ഞോ? പിന്നെ എനിക്ക് ആലോചനകളൊക്കെ അങ്ങനെ ഉണ്ട്. ആലോചനൊക്കെ ഉണ്ടോ? വീട്ടിൽ നിന്ന് ആലോചിച്ചാ മതിയോ? ആരെങ്കിലും ഒക്കെ കൂടെ ഇറങ്ങി പോവാത്തത്? അയ്യോ അതല്ലെന്ന്, എനിക്കിങ്ങനെ കല്യാണാലോചനൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. പിന്നെ എന്താ നടക്കാത്തൊന്നും? ഞാൻ ഇല്ലത്തെ തന്നെ അങ്ങനെ ഇരിക്കില്ലേ. പുറത്തൊന്നും പോകാറില്ലേ? ചിലപ്പോ മിക്ക ദിവസങ്ങളിൽ ഞാൻ വെളിയിലാണ് ഞാൻ. കുറച്ചു ദിവസം വീട്ടിനകത്തിരിക്കണം. അപ്പോൾ കല്യാണമൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. പ്രേമം വല്ലതും? പ്രേമം ഉണ്ടായിരുന്നു. ഇവിടെ അല്ലായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു. ഓഹോ, തമിഴ്നാട്ടിലുള്ള ഒരാളാണ്. കൗണ്ടറാണോ? പറഞ്ഞു നോക്കാം, ഏക്കണമെങ്കിൽ ഏക്കട്ടെ കൗണ്ടർ. അതല്ല, തമിഴ്നാട്ടിലെ കൗണ്ടറാണോ? അല്ല, ഒരു സിനിമയിലൊക്കെ ഉള്ള ഒരാളാ. അതാരാ? അജിത്ത് തല. ഒരു മര്യാദ വേണം കേട്ടോ, ഒരു മര്യാദ. ഷാപ്പിൽ പോയി തലക്കറി ചോദിച്ചാൽ പോലും നിനക്കെടുത്ത് തരൂല. ആ നീയാണ് തമിഴ്നാട്ടിൽ പോയി തല അജിത്തിനെ കൊണ്ടുവരാൻ പോണു. തന്നെ ഇന്ന് തന്നെ പീസ് ഊരണോ? ഊരണം. അയ്യോ, ഊരിയേ പറ്റൂ. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? എന്ത് ചെയ്യാനാ? ഇവിടെ ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? നമുക്ക് നാണക്കേടല്ലേ? ആരടിക്കലും ചെന്ന് ഫിറ്റ് തന്നെ ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് ചോദിക്കാം, ആരെങ്കിലും ഒക്കെ ചെല്ല്, കഷ്ടമുണ്ട്. ചേച്ചി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എല്ലാവരും 16,000 രൂപ 4,000 രൂപ എനിക്ക് കടം തരോ? ആരെങ്കിലും ഒന്ന് തരോ? ഞാൻ ആജിക്ക് ആരെങ്കിലും ഒന്ന് തരോ? തരത്തില്ലേ? ഞാൻ കെഞ്ചി ചോദിക്കണം, ആരെങ്കിലും പൈസ ഉണ്ടെങ്കിൽ താ. അതൊന്നും നടക്കത്തില്ല മുത്തശ്ശി. ഞാനൊന്നിറങ്ങിയാലോ? കട്ടക്ക് ഞാൻ ഇറങ്ങിയിട്ട് കിട്ടിയില്ല. ഇതിനാണ് കട്ടപ്പുറത്തിരിക്കണ കളക്കി. ഞാനും ഇല്ല ഫീസൂരും. ഇന്നിപ്പോ ഫീസൂരില്ലേ? ഫീസൂരില്ലേ? ഫീസൂരും ഞാൻ കൊണ്ടുപോകും. അയ്യോ കൊണ്ടുപോകല്ലേ? ഇല്ല, ഇനി ഇതിന്റെ വേറെ കണക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ സപ്ലൈ ചെയ്ത് കട്ട് ചെയ്ത്. ഫീസൂരില്ലേ? ഇല്ല ഫീസൂരില്ലേ? ഇല്ല, ഇത് പോണം. ഫീസൂരില്ലേ? ഇവിടെ ഇതിന്റെ എവിടെ? ഫീസൂരില്ലേ? ഇല്ല, ഊരും. ഊരും ഊരില്ലേ? ഊരിക്കൊണ്ട് പോവല്ല കുട്ടാ. ഊരിക്കൊണ്ട് പോടി കുട്ടത്തി. ഊരിക്കൊണ്ട് പോവണ തെമ്മാടി. ഊരിക്കൊണ്ട് പോടി തെമ്മാങ്കുടി. പിള്ളേരും വീട്ടിലില്ല, അവളാണെങ്കിൽ വേറെ പിണങ്ങി മാറിയിരിക്കണേ. ഞാൻ ഊരിക്കൊണ്ട് പോടി. എന്നെ കൊണ്ട് പറ്റില്ല. ഊരും ഇത് ഞാൻ കൊണ്ടുപോകും. മുത്തശ്ശി ഇപ്പൊ എന്ത് ചെയ്യും മുത്തശ്ശി? ചെയ്യാനോ? ഫീസ് തരാൻ പറഞ്ഞ തരത്തില്ല. ഫീസ് ഞാൻ തൊട്ടിക്കറിഞ്ഞാണ്. ഞാൻ കൊടുക്കല്ലേ? ഞാൻ തൊട്ടി
പീസ് എടുക്കാൻ ഇങ്ങോട്ട്. തരത്തില്ല പീസ് എടുക്കണം. തരത്തില്ല. എന്റെ ജോലികളെ എന്റെ പീസ് എടുത്തോട്ട്. ഞാൻ ഗ്യാരണ്ടി അറിയും. ഗണ്ടിയുടെ സ്വഭാവം മാറും. ഞാൻ ഗ്യാരണ്ടി അറിയും. ഗണ്ടിയുടെ സ്വഭാവം മാറും. അങ്ങനെ ആ പിന്നെ അറിയണോ അല്ലെങ്കിൽ എങ്കിൽ പിന്നെ അറിയില്ല. എന്റെ പീസ് ഞാനും ചാടും ഗ്യാരണ്ടി ചാടും. എന്റെ പീസ് എന്റെ തുണിയാണ് ശരി തന്നെ. പീസ് എടു. ഞാൻ ഈ കൂടെ ചാടും. പീസ് എടുക്കാൻ പറ്റില്ല. പീസ് എടുക്കാം. ഞാൻ ചാടും. പീസ് എടുക്കാൻ ഇങ്ങോട്ട്. പീസ് ഞാൻ കളയും. എന്നാ ഞാൻ കൂടെ ചാടും. കൂടെ ചാടോ? കൂടെ ചാടും. എങ്കിലും ഇത് കാണുമല്ലോ. എന്നാ അറിയണമല്ലോ. ഞാൻ ചാടുവേ. പീസ് എടു. പീസ് കൊണ്ട് ഞാൻ ചാടും. പീസ് എടു. ഞാൻ ചാടും. പീസ് ഞാൻ ചാടും. പീസ് പോയി. ആരെങ്കിലും ഒരു കയറെങ്കിലും ഇട്ടുക. എന്തോ ഒരു കയറെങ്കിലും ഇട്ട്. നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് വെള്ളത്തിൽ നിന്നാണ് കറണ്ടുണ്ടാക്കണേന്ന്. ആ. വെള്ളത്തിൽ നിന്ന് കുറെ കറണ്ടുണ്ടാക്കി തന്നിട്ട് നിങ്ങൾ എണീറ്റ് വാ. അപ്പോഴും പീസ് ഞാൻ അങ്ങോട്ട് തരാം. ഓ dum 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 dum